ശങ്കരാചാര്യരോട് കടകംപള്ളി കാട്ടിയതിന് പ്രായച്ചിത്തമോ സുധാകരന്റെയും ഐസക്കിന്റെയും തലകുനിക്കൽ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ വി രാജേഷ്, കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ശൃംഗേരി മഠാധിപതിയുടെ സിംഹാസനം വേദിയുടെ പിന്നിലേക്ക് എടുത്തു മാറ്റി. ഇത് വലിയ വിവാദമായിരുന്നു. പക്ഷേ കടകംപള്ളിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് പലരും രംഗത്ത് വന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ ചങ്കൂറ്റം തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ രണ്ട് മന്ത്രിമാർ, തോമസ് ഐസക്കും ജി സുധാകരനും, ശൃംഗേരി മഠാധിപതിയെ ചെന്നു കണ്ടു. ആലപ്പുഴയിൽ അദ്ദേഹം വന്നപ്പോൾ അവിടെ പോയി ആചാരം പാലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത് ആയിരിക്കുന്നു. ഈ ഫോട്ടോ പ്രചരിക്കുന്നത് കടകംപള്ളി ഇങ്ങനെ കാട്ടിയതിന് കടകവിരുദ്ധമായി ഈ മന്ത്രിമാർ എന്തിനിങ്ങനെ കാണിച്ചു എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതിനെ അനുകൂലിക്കുന്നു താങ്കൾ? മനുഷ്യ ഒരു സന്യാസിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു വലിയൊരു മഠാധിപതിയെ സംബന്ധിച്ചിടത്തോ ഒരു ഇരിപ്പിടമോ ഒരു കസേരയോ ഒന്നും ജീവിതത്തിൽ ഒരു വലിയ കാര്യമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ അവരും കരുതുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം സ്വീകരിക്കുകയില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിശങ്കരൻ നേരിട്ട് സ്ഥാപിച്ച ചതുർമഠങ്ങളിൽ തെക്കുഭാഗത്തുള്ളതാണ് ശൃംഗേരി മഠം. അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അതിൻ്റെ അധിപരുടെ പ്രാധാന്യമൊക്കെ നമ്മൾക്കറിയാം. അവരെ സംസ്ഥാന സർക്കാരിൻ്റെ അതിഥിയായി ക്ഷണിച്ച് വരുത്തുമ്പോഴേക്കും നമ്മൾ അവരെ ക്ഷണിക്കാൻ തയ്യാറാകണമെങ്കിൽ ആ മഠത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ നമ്മൾ പാലിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ അവരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ക്ഷണിച്ച് വരുത്തുമ്പോൾ അവർ വരുന്നതിന് തൊട്ട് മുമ്പ് പരസ്യമായി ആ വേദിയിൽ ഒരു അട്ടിക്കൂലി അല്ലെങ്കിൽ ഒരു അട്ടിമറിപ്പണി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ ചെയ്യുന്നത് പോലെ, അതായത് അത് നന്നായിട്ട് ചെയ്യുന്നൊരു തൊഴിലാളി ചെയ്യുന്നത് പോലെ ഒരു മന്ത്രി വന്നിട്ട് അവഹേളിക്കുന്ന തരത്തിലൊക്കെ പെരുമാറുന്നത് ഈ സംസ്കാരത്തോട് കാണിക്കുന്ന ഒരു അവഹേളനമാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ നിന്നും അത് മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൽ വലിയ അത്ഭുതവും അതിശയമൊന്നുമില്ല. ശ്രീ കെ സുധാകരനായിരുന്നു കൂടുതൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി ദേവസ്വം മന്ത്രിയായതിനു ശേഷം കടകംപള്ളി സുരേന്ദ്രനും കൂടി ഇതിൽ ഒരു കൂടുതലൊരു ആവേശം കാണിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസിക്കിട്ടിരുന്ന ശൃംഗേരി മഠാധിപതിക്കിട്ടിരുന്ന കസേര എടുത്തു മാറ്റിയ മന്ത്രി സർക്കാർ ഭൂമിയിൽ കയ്യേറി നാട്ടിയ കുരിശ് സർക്കാർ ഉദ്യോഗസ്ഥർ പൊളിച്ചപ്പോഴേക്ക് കാലിളകുകയാണ് ആ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും. തീർച്ചയായിട്ടും ഒരു സംസ്കാരത്തോടുള്ള അവഹേളനയാണ്. ഞാനൊരു ചാനൽ ചർച്ചകളിലൊന്നും ഇതിന് പ്രതികാരം തീർക്കാനോ അല്ലെങ്കിൽ അതിന് വാദിച്ച് ജയിക്കാനോ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് കൊടുക്കേണ്ടി വരുന്നത് കനത്ത വിലയാണ്. ഈ വിശ്വാസികളുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ മാത്രമൊന്നുമല്ല, ശൃംഗേരി മഠത്തോട് ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിനോട് ആരാധനയുള്ള എല്ലാവരും തന്നെ സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഭാരതത്തെ ഏകീകരിച്ച ആളാണ് ശങ്കരാചാര്യർ. അങ്ങനെയെങ്കിൽ ഇന്ന് ഇതേ ശങ്കരാചാര്യർ തന്നെയാണല്ലോ ഇപ്പോൾ ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട ഇപ്പോഴത്തെ ശൃംഗേരി മഠാധിപതിയായ ഭാരതീയ തീർത്ഥ ശങ്കരാചാര്യരെയാണ് ഇന്നലെ നേരിട്ട് പോയി രണ്ട് മന്ത്രിമാർ കണ്ടത്. അവിടെ എല്ലാ ആചാരവും അവർ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, അടിവസ്ത്രം ഹിന്ദു സന്യാസിമാർ ഉപയോഗിക്കുകയില്ല എന്ന് പറഞ്ഞ കെ സുധാകരൻ ഇന്ന് ആപ്പിളും കൊണ്ട് ആലപ്പുഴയിൽ ജി സുധാകരൻ ഇന്ന് ആപ്പിളുമായി ആലപ്പുഴയിൽ പോയിരിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടാക്കി വച്ച കുഴപ്പം പാർട്ടിയെ വളരെ കാര്യമായി ഗ്രസിച്ചു എന്ന് അവരുടെ നേതൃത്വം തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാകണം ഇന്ന് ഒന്നല്ല രണ്ട് മന്ത്രിമാർ അവിടെ പോയി സകല ആചാരവും പാലിച്ചുകൊണ്ട് ആപ്പിൾ വെച്ച് നമസ്കരിച്ചത്. നേരത്തെ ജി സുധാകരൻ അടിവസ്ത്രം ഉപയോഗിക്കുകയില്ല എന്ന് പറഞ്ഞ സന്യാസിമാരുടെ പരമ്പരയിൽപ്പെട്ട ഒരാളുടെ അടുത്താണ് പോയത്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയ മഠാധിപതി എന്താ ചെയ്തത്? ഇതാ ഒരു ആപ്പിൾ ഇരിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് കൊണ്ടു കൊടുക്കൂ എന്ന് പറഞ്ഞ് താങ്കൾ തന്നെ വാർത്തയിൽ പറഞ്ഞു. തോമസ് ഐസക്ക് രണ്ട് കൈയും കൂപ്പി ആപ്പിളും വാങ്ങിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. പക്ഷേ ആലപ്പുഴയിൽ പോയി കുമ്പിട്ടു എന്ന് കരുതിയിട്ട് തിരുവനന്തപുരത്ത് കാണിച്ച അവഹേളനത്തിന് അതിന് യാതൊരു പരിഹാരവും ആവുകയില്ല. രണ്ടിടത്ത് ഇപ്പോൾ തിരുവനന്തപുരത്തെ നോക്കാം. തിരുവനന്തപുരത്ത് അതൊരു സർക്കാരിൻ്റെ പരിപാടിയാണല്ലോ. അവിടെയാണ് ഭാരതീയ തീർത്ഥസ്വാമി വരാനിരുന്നത്. അവിടെ ഒരുക്കിയിരുന്ന ഇരിപ്പിടം, സംഘാടകർ ഒരുക്കിയിരുന്ന ഇരിപ്പിടം കടകംപള്ളി സുരേന്ദ്രനും അദ്ദേഹത്തോടൊപ്പം VS ശിവകുമാർ MLA ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടിയാണ് എടുത്ത് മാറ്റിവെച്ചത്. അതിന് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2-3 പേർക്ക് ഇരിക്കാവുന്ന വലിപ്പത്തിലുള്ള സിംഹാസനമൊന്നും ഔദ്യോഗിക പരിപാടികളുടെ വേദികളിൽ ആവശ്യമില്ല. അതിലെ അനൗചിത്യം ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ സിംഹാസനം എടുത്തു മാറ്റിയത്. ശൃംഗേരി മഠാധിപതിക്ക് പകരമെത്തിയ മറ്റൊരു സ്വാമി സിംഹാസനം കാണാത്തതിനാൽ വേദിയിൽ കയറാതെ പോയെന്ന് വാർത്തകളിൽ കണ്ടു. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 1.5 കോടി രൂപ ചിലവാക്കി സംസ്ഥാന സർക്കാർ നവീകരിച്ച മിത്രാനന്തപുരം കുളത്തിൻ്റെ സമർപ്പണ ചടങ്ങിൽ ശൃംഗേരി മഠാധിപതി ശ്രീ ഭാരതി തീർത്ഥ സ്വാമിയെയോ മറ്റേതെങ്കിലും സ്വാമിമാരെയോ അതിഥിയായി
ക്ഷണിച്ചിരുന്നില്ല എന്ന് പരിപാടിയുടെ നോട്ടീസ് പരിശോധിച്ചാൽ വ്യക്തമാകും. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം നൽകിയ വിശദീകരണം ഇതാണ്. കഴിഞ്ഞ 13-ാം തീയതി ചൊവ്വാഴ്ചയിലെ അന്ന് തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒരു നോട്ടീസിൽ പോലും ഈ സ്വാമിയുടെ പേരില്ല. ഞാൻ പറയുന്നു ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഈ നിമിഷം തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ട്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷ് IAS പേരിലിറക്കിയ നോട്ടീസ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുകയാണ്. ഞാൻ മഞ്ജുഷ് ഗോപാലിനെ കാണിക്കുകയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടന്ന മിത്രാനന്തപുരം കുള നവീകരണം പൂർത്തീകരിച്ചു എന്നുള്ളവരെ എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. പ്രസ്തുത കുളത്തിൻ്റെ സമർപ്പണം ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കുകയും ശൃംഗേരി മഠാധിപതി ശ്രീ ഭാരതീ തീർത്ഥ മഹാസ്വാമികൾ ആശീർവദിക്കുകയും ചെയ്യുന്നു എന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു. തദവസരത്തിൽ പടിഞ്ഞാറേമഴം പുഷ്പാഞ്ജലി സ്വാമിയാർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര തന്ത്രി സോ ആൻഡ് സോ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ് KN സതീഷ് കുമാർ IAS പേരിൽ അച്ചടിച്ചിറക്കിയ നോട്ടീസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതൊരു ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ ആധികാരികതയോടെ ഞാനിത് കാട്ടുന്നു. ജന്മഭൂമി പത്രത്തിലും മംഗളം പത്രത്തിലും പേരുൾപ്പെടെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ നോട്ടീസ് ഒരു തെളിവായിരിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു നോട്ടീസ് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഇടുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്, ചട്ടവിരുദ്ധമാണ്. അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഈ അവസരം. ഇപ്പോൾ ശ്രീ PM മനോജ് ചേരുകയാണ്. ശ്രീ PM മനോജ്, ഇപ്പോൾ ശ്രീ VV രാജേഷ് പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. 1.5 കോടി ചെലവാക്കി സംസ്ഥാന സർക്കാർ നവീകരിച്ച മിത്രാനന്തപുരം കുളത്തിന്റെ സമർപ്പണ ചടങ്ങിൽ ശൃംഗേരി മഠാധിപതി ശ്രീ ഭാരതി തീർത്ഥ സ്വാമിയെയോ മറ്റേതെങ്കിലും സ്വാമിമാരെയോ അതിഥിയായി ക്ഷണിച്ചിരുന്നില്ല എന്ന് പരിപാടിയുടെ നോട്ടീസ് പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നാണ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരണമായി പറഞ്ഞത്. ഈ സിംഹാസനം എടുത്തു മാറ്റിയ സംഭവം ഉണ്ടായതിനു ശേഷം. പക്ഷേ അത് തെറ്റാണെന്ന് നോട്ടീസ് സഹിതം പറയുകയാണ്. ക്ഷണിച്ചിരുന്നു, അദ്ദേഹം വരാനിരുന്നത് തന്നെയാണ് എന്ന്. സംഘടിപ്പിക്കുമ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റ് പരിപാടിയാണെങ്കിൽ, സംസ്ഥാന ഗവൺമെന്റ് പണം ചെലവാക്കി നടക്കുന്ന പരിപാടിയാണെങ്കിൽ അതിന്റെ ഉദ്ഘാടകനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. സ്വാഭാവികമായി അതിന്റെ ഉദ്ഘാടകൻ ദേവസ്വം മന്ത്രിയാണെങ്കിൽ ആ ദേവസ്വം മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുക. അതില് ഒരു ഉദ്ഘാടകൻ അവിടെ ചെല്ലുമ്പോൾ താനാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇങ്ങനെ ഒരു സിംഹാസനം വേണ്ട എന്ന് മന്ത്രിക്ക് തോന്നുന്നതും. അതുപോലെ ഒരു ചടങ്ങില് മന്ത്രി ഉദ്ഘാടകനായ, സാധാരണ ഏത് പരിപാടിയായാലും ഉദ്ഘാടകനാണല്ലോ ഏറ്റവും. നാളെ മെട്രോ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി. അതുപോലെ ആ ഏറ്റവും പ്രധാനപ്പെട്ട കസേരയും സ്ഥാനവും ഏറ്റവും പ്രാധാന്യവും നരേന്ദ്രമോദിക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ഒരു പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കിട്ടുന്നത് മന്ത്രിക്കാണ്. പക്ഷേ അത് ശ്രീ PM മനോജ് ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ദയവായി ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. ഇത് മന്ത്രിക്കാണെന്ന് മന്ത്രി അങ്ങ് തെറ്റിദ്ധരിക്കുകയാണോ ഉണ്ടായത്? ഇത് മഠാധിപതിക്കാണെന്ന കാര്യം അദ്ദേഹം അറിയാതെ പോയതാണോ? ഈ സിംഹാസനം ഒരുക്കിയത് മഠാധിപതിക്കാണ് എന്ന കാര്യം അദ്ദേഹം അറിയാതെ പോയതാണോ? മന്ത്രിക്കാണ് ഈ സിംഹാസനം എന്നത് തെറ്റിദ്ധരിച്ചതായി അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്നില്ല. ഇല്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ശൃംഗേരി മഠാധിപതി ഭാരതീ തീർത്ഥസ്വാമി അവിടെ ചെന്നിട്ടില്ല. അതൊരു വസ്തുതയാണ്. അവിടെ ചെന്നത് വിധുശേഖര ഭാരതി സ്വാമി എന്ന ഉത്തരാധികാരിയാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹമാണെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ടുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം സ്റ്റേജിൽ കയറിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ കസേര നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വൈകാരികമായ ശ്രീ PM മനോജ്, മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അവിടെ വന്ന സമയത്ത് ഭാരതീ തീർത്ഥസ്വാമികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യം അറിയാമായിരുന്നോ ഇല്ലയോ? അത് മാത്രമേ ഉള്ളൂ. അറിയാമായിരുന്നിട്ടാണോ അദ്ദേഹം ഈ സിംഹാസനം എടുത്തു മാറ്റിയത്, അതോ അദ്ദേഹത്തിന് അറിയാൻ വയ്യായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സ്വാമി വരുന്നുണ്ട് എന്ന കാര്യം? അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ശ്രീ രാജേഷ് ഒരു നോട്ടീസ് കൊണ്ടുവന്നു. എനിക്ക് അങ്ങനെ നോട്ടീസ് ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഒരു നോട്ടീസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയുമല്ലോ. അദ്ദേഹം പറഞ്ഞത് ഈ ഔദ്യോഗിക ചടങ്ങിൽ ഇങ്ങനെ ഒരാളെ ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെ അപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ ശ്രീ PM മനോജ്. നോട്ടീസ് പരിശോധിച്ചാൽ സ്വാമിമാരെ അതിഥിയായി ക്ഷണിച്ചിരുന്നില്ല, അതായത് ശൃംഗേരി മഠാധിപതി ഭാരതി തീർത്ഥ സ്വാമിയെയോ മറ്റേതെങ്കിലും സ്വാമിമാരെയോ അതിഥിയായി ക്ഷണിച്ചിരുന്നില്ല എന്ന് പരിപാടിയുടെ നോട്ടീസ് പരിശോധിച്ചാൽ വ്യക്തമാകുമെന്ന് കടകംപള്ളി പറയുകയാണ്. എന്നാൽ വേദിയിലെ സിംഹാസനം കണ്ട് തിരക്കിയപ്പോൾ മഠാധിപതി വന്നാൽ ഇരുത്താനാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാർ പറഞ്ഞു. മന്ത്രിക്കായാലും മഠാധിപതിക്കായാലും സർക്കാർ പരിപാടിയിൽ അങ്ങനെ ഒരു സിംഹാസനം വേണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒറ്റയ്ക്കല്ല VS ശിവകുമാർ MLA സഹായത്തോടെ സിംഹാസന ഇരിപ്പിടം എടുത്തു മാറ്റിയത്. അതാണ് ശരിയായ സമീപനം. ഒരു പൊതുപരിപാടി
സർക്കാർ പരിപാടിയിൽ മന്ത്രിയായാലും, മന്ത്രിയാണല്ലോ ജനപ്രതിനിധിയായിട്ട് ഭരിക്കാൻ വിധിക്കപ്പെട്ട ആള്. അപ്പൊ മന്ത്രിയായാലും മഠാധിപതിയായാലും മറ്റാരായാലും ഒരുപോലെയുള്ള പരിഗണന, അതായത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിഗണന, അത് മാത്രമാണ് വേണ്ടത്. ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം, ശൃംഗേരി മഠാധിപതി ഭാരതി തീർത്ഥസ്വാമിയെ ആലപ്പുഴയിൽ സ്വീകരിച്ച വിഷയമാണ്. ആലപ്പുഴയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകുന്നു. അദ്ദേഹത്തിന് ഉത്തരാധികാരി വിധുശേഖര ഭാരതിക്കും പൗരാവലിയുടെ സ്വീകരണമാണ് കിട്ടുന്നത്. അതുപോലെ നഗരാതിർത്തിയിൽ അവിടെ ST കോളേജ്, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുടെ തലവനാണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ ചതുർമഠങ്ങളുടെ അധിപനാണ് അദ്ദേഹം. ശ്രീ ശങ്കരാചാര്യൻ സ്ഥാപിച്ച ദക്ഷിണ മഠത്തിന്റെ അധിപനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്, സംസ്ഥാന അതിഥിയും കൂടിയാണ് അദ്ദേഹം. അവിടെ ആലപ്പുഴയിൽ ചെല്ലുന്നു. ആലപ്പുഴയെ പ്രതിനിധാനം ചെയ്യുന്ന 2 മന്ത്രിമാർ സ്വാഭാവികമായി അദ്ദേഹത്തെ കാണാൻ പോകുന്നു. അങ്ങനെ കാണാൻ പോകുമ്പോൾ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന സ്ഥലത്ത് എന്താണോ ആചാരം, ആ ആചാരത്തിനനുസരിച്ചാണ് മന്ത്രിമാർ പെരുമാറുക. അല്ലാതെ ഈ സ്വാമിയെ ശൃംഗേരി മഠാധിപതി ഭാരതി തീർത്ഥ സ്വാമിയെ കണ്ട് ലാൽസലാം സഖാവ് എന്നല്ല പറയുക, മറിച്ച് ആ മഠത്തിന്റെ, ആ സ്വാമിയുടെ, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തിന്റെ, അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആളുകളുടെ ആചാരത്തിനും അനുഷ്ഠാനത്തിനും അനുസരിച്ചാണ് മന്ത്രിമാർ പെരുമാറുക. അങ്ങനെയുള്ള ഔചിത്യമാണ് ഇന്ന് മന്ത്രിമാർ കാണിച്ചത്. അതായത് ഇവിടെ കൊടുക്കാത്ത ബഹുമാനം, തിരുവനന്തപുരത്ത് നൽകാത്ത ബഹുമാനം, തിരുവനന്തപുരത്ത് കൊടുക്കാത്ത ബഹുമാനം ഈ 2 മന്ത്രിമാർ ആലപ്പുഴയിൽ കാട്ടി സ്വാമിയോട്. അല്ല മഞ്ജുഷ, അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് സർക്കാർ പരിപാടി, അതിന് അദ്ദേഹം വരുന്നു. സർക്കാർ പരിപാടിയിൽ കൊടുക്കാത്ത ബഹുമാനം, സർക്കാർ പരിപാടിയിൽ കൊടുക്കാത്ത ബഹുമാനം മഠാധിപതിയെ ചെന്ന് കണ്ടു കൊടുത്തു, അതല്ലേ? അങ്ങനെയല്ല അതിനെ കാണേണ്ടത് മഞ്ജുഷ്. പൊതുപരിപാടിയിലല്ല, ആലപ്പുഴയിൽ പൊതുപരിപാടിയിലല്ല. അല്ല ഒരു സെക്കൻഡ്, ഒരു സംശയം ചോദിച്ചോട്ടെ. ആലപ്പുഴയിൽ പൊതുപരിപാടിയിൽ ഈ 2 മന്ത്രിമാർ പങ്കെടുത്തോ? അതിനുശേഷമുള്ള ഭിക്ഷാവന്ദനം, അതുപോലെ തന്നെ പാദപൂജ, ഈ 2 പരിപാടികളിലല്ലേ പങ്കെടുത്തത്? അവിടെയല്ലേ പഴങ്ങളുമായി മന്ത്രി ജി സുധാകരൻ താലത്തിൽ അവിടെ പോയതും ആപ്പിൾ സ്വാമിയുടെ കയ്യിൽ നിന്നും തോമസ് ഐസക് സ്വീകരിച്ചതും? പൊതുപരിപാടിയിലല്ലോ. ശരി, പറഞ്ഞോളൂ. CPIM-ന്റെ സമ്മേളനങ്ങളില് RSS-കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുക്കാറുണ്ട്. അവിടെ ആദ്യം രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കും. രക്തസാക്ഷികൾ, RSS-കാർ ഉൾപ്പെടെ കൊന്ന രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ടുള്ള പ്രമേയമാണ്. ആ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ RSS-കാരനായ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്ന് 1 നിമിഷം മൗനമാചരിക്കും. അത് രാജേഷിന്റെ പത്രം ഉൾപ്പെടെ അത് ഈ RSS-കാർ കൊന്നതിനുള്ള പ്രതിഷേധം കൊണ്ടല്ല. അത് CPM സമ്മേളനത്തിനകത്ത് എന്താണോ ചെയ്യേണ്ടത്, അവിടെ എന്താണോ നടക്കേണ്ടത്, അതിന് അനുരോധമായി അതിനനുസരിച്ച് പെരുമാറുന്നത് കൊണ്ടാണ്. ഇവിടെ സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വാഭാവികമായും ഇത് ശൃംഗേരി മഠാധിപതിക്ക് സ്ഥാനമുണ്ട്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തെ അപമാനിച്ചു വിട്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിന് അർത്ഥമുണ്ട്. അദ്ദേഹം അവിടെ വന്നിട്ടില്ല. അത് മാത്രമല്ല, മന്ത്രി അങ്ങനെ പറയരുത് ശ്രീ PM മനോജ്, അങ്ങനെ പറയരുത്. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മന്ത്രിക്കായാലും മഠാധിപതിക്കായാലും സർക്കാർ പരിപാടിയിൽ ഇങ്ങനെ ഒരു സിംഹാസനം വേണ്ട എന്നാണ്. അതായത് അദ്ദേഹം വന്നെങ്കിൽ പോലും ആ സിംഹാസനത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവഹേളനമാകുന്നത് അദ്ദേഹത്തെ ഇറക്കി വിടുകയോ അദ്ദേഹത്തെ കസേരയിൽ ഇരുത്താതിരിക്കുകയോ ചെയ്യുമ്പോഴാണ്. ഇവിടെ ഒരു തുല്യത വേണം എന്നൊരു മന്ത്രി പറയുന്നത് അത് തീർച്ചയായും ശരിയായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക സമൂഹത്തിൽ, ഒരു പ്രത്യേക സംവിധാനത്തിൽ ചെന്ന് അവിടെ എങ്ങനെയാ നേരെ പോയിട്ട് ലാൽസലാം പറയുകയല്ല ചെയ്യുക. അവിടുത്തെ സംഘാടകർ ഒരുക്കുന്ന രീതിയിലാണ് അഭിവാദ്യ പ്രകടനം. അതുകൊണ്ട് തന്നെ മന്ത്രി സാധാരണ റിപ്പോർട്ടീസ് പോയി കഴിഞ്ഞാൽ ഈ താലവും താമ്പൂലവും ഒക്കെ എടുത്ത് മഠാധിപതിയുടെ കാലിൽ വെച്ച് നമസ്കരിച്ച് പിന്മാറുകയാണ് ചെയ്യുക. ഇവിടെ VIP മക്കളായ അതിഥികൾ ചെല്ലുമ്പോൾ ആ സംഘാടകർ തന്നെ ഈ താലം കൊടുക്കുകയാണ്. ആ താലം കൊടുത്ത് അവിടെ വെച്ച് കൈകൂപ്പുന്നത് അത് ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിനെന്തിനാണ് ഈ രാജേഷിനെ പോലെയുള്ള ആളുകൾ ഇത്രയും അസഹിഷ്ണുക്കളാവുന്നത്? ശരി, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി സിംഹാസനം തലസ്ഥാനത്തെ വേദിയിൽ എടുത്തു മാറ്റിയ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും ഉണ്ടായിരുന്നു, മുൻ മന്ത്രിയും ഇപ്പോൾ MLA-യുമായ VS ശിവകുമാറും. കടകംപള്ളിയുടെ അതേ നിലപാട് തന്നെ VS ശിവകുമാറിനും ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സിംഹാസനത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. മന്ത്രിയായാലും മഠാധിപതിയായാലും ഇങ്ങനെ ഒരു സിംഹാസനം വേണ്ട, ഇങ്ങനെ ഒരു ഇരിപ്പിടം വേണ്ട, അതുകൊണ്ട് പിന്നിലേക്ക് എടുത്തു മാറ്റിവെച്ചത്. അല്ല, അത് വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ അവരോട് ചോദിക്കണം. എന്തായാലും കോൺഗ്രസ്സിന് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല.
ഇവിടെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ശ്രീ മനോജ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശ്രീ നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശ്രീ എ കെ ആൻ്റണി അമൃതാനന്ദമയ്യെ കാണാനായിട്ട്